അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു റവ കേസരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിംഗ് ഒക്കെ വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വന്നപ്പോഴേക്കും ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കുക. എന്നിട്ട് ഒരു 2-3 ടേബിൾ സ്പൂണ് 2 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഏകദേശം ഇത് ഒരു ഹാഫ് റോസ്റ്റായി വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇതിലോട്ട് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കിസ്മിസും 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടും. പിന്നെ ഈ ഒരു സമയത്ത് ഫ്ലെയിം കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്ലെയിം കുറക്കുക. ഇത് റോസ്റ്റായി വരുമ്പോഴേക്കും നമുക്കിത് പെട്ടെന്ന് തന്നെ പാനിൽ നിന്നും ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് ഈ ഒരു സെയിം പാനിൽ തന്നെ ഇതിലോട്ട് വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് റവ എടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും പകുതിയാക്കിയാൽ മതി. ഇനി ഇത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. നല്ലോണം ഡാർക്ക് കളറാകാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഒരു ലൈറ്റ് ബ്രൗൺ കളറോളം വറുത്തെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് പിന്നെ ഈ ഒരു സമയത്ത് തന്നെ വേണമെങ്കിൽ നെയ്യ്, ഇത് സാധാരണ 1/2 കപ്പ് റവ എടുക്കുമ്പോൾ 1/2 കപ്പ് തന്നെ നെയ്യ് ചേർക്കാറുണ്ട്. ഈ ഒരു വറുത്തെടുക്കുന്ന സമയത്ത് തന്നെ ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്ത് നെയ്യൊക്കെ ചേർത്തിട്ട് വറുത്തെടുക്കാറുണ്ട്. അത് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അതൊന്നും കൂടി ഇതിനേക്കാളും ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. നിങ്ങൾക്ക് അത്രയും നെയ്യ് ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിലോട്ട് ഞാനിപ്പോൾ 1 കപ്പ് റവക്ക് 1/2 കപ്പ് നെയ്യാണ് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ചെറുതായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. 3 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 കപ്പ് റവക്ക് 3 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഇച്ചിരി സാഫ്രോണും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വെള്ളം തിളക്കാൻ വെക്കുന്ന കൂട്ടത്തിൽ നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നല്ലോണം തിളപ്പിച്ചെടുക്കണമെന്നില്ല, പക്ഷെ നല്ലോണം തിളക്കുന്ന രീതിയിലുള്ള അത്രയും ചൂടായിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തിളക്കാൻ വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം ഒന്ന് കുറക്കാട്ടെ ഈ ഒരു സമയത്ത്. എന്നിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് സാഫ്രോണിന് പകരം ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഓപ്ഷന് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് വെള്ളം തിളപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ ചേർത്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു ഇച്ചിരി ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂണ്. ഇനി ഇത് നല്ല തിക്കായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവമാകുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലോട്ട് നെയ്യ് ഇടക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മൊത്തത്തിൽ 1/2 കപ്പ് നെയ്യായിരുന്നു കേട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇത് വറുത്തെടുക്കാനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ബാക്കിയുള്ള നെയ്യ് ഇതിലോട്ട് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവമാകും. ആ ഒരു പരുവമാകുന്നത് വരെ ഇത് ഇളക്കി കൊടുക്കണം. ഇതിലോട്ട് പഞ്ചസാര നമ്മൾ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ടിനി നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൂടുതൽ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്നും കൂടെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. 1 കപ്പ് റവ എടുക്കുമ്പോൾ നിങ്ങൾക്ക് 1/4 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് നെയ്യ് വരെ ചേർത്ത് കൊടുക്കാം. നമ്മളാദ്യം റവ വറുത്തെടുക്കുന്ന സമയത്ത് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ ഇപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കണ്ട. പിന്നീട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ നേരത്ത് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇപ്പോൾ 1/2 കപ്പ് നെയ്യാണ്, 1 കപ്പ് റവക്ക് 1/2 കപ്പ് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് പഞ്ചസാര പിന്നീടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം. ഈ ഒരു ടെക്സ്ചറായി വരണം. ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവമാകുമ്പോൾ ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവമായി കിട്ടണം കേട്ടോ. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് സാധാരണ 1 കപ്പ് റവക്ക് 1/2 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പഞ്ചസാരയൊക്കെ ഒന്ന് ഇത് മെൽട്ടായി വരുമ്പോഴേക്കും ഒന്നും കൂടെ ലൂസാവും. എന്നിട്ട് വീണ്ടും തിക്കായി പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവമായി കിട്ടണം. പിന്നെ പഞ്ചസാര ചേർത്തിട്ട് ജസ്റ്റ് 1-2 മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ചാൽ മതി. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണമെന്നില്ല. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അത് നന്നായിട്ട് മെൽട്ടായിട്ടുണ്ടാവും. 1-2 മിനിറ്റ് കേട്ടോ. ഒരുപാട് നേരം അങ്ങനെ മൂടി വെച്ച് നോക്കാതിരിക്കരുത്.
എന്നിട്ട് ഇതുപോലെ വീണ്ടും ഇളക്കി കൊടുത്തിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവം. നമ്മൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ തിക്കായി വരുന്നുണ്ട്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ മെൽട്ടായിട്ടൊന്ന് ലൂസായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച നെയ്യ് കുറേശ്ശെ ബാക്കിയുള്ളതൊക്കെ കുറേശ്ശെ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവമാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, പാത്രത്തിൽ നിന്നും ഒരു വിട്ട് വരുന്ന പരുവമായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് ഇച്ചിരി കുറക്കാം. എന്നിട്ട് ഇതിലോട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഇതിൽ ബാക്കി വെക്കുന്നുണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് ഇതിലോട്ട് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള റവ കേസരിയാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലൊക്കെ വേണമെങ്കിൽ നിരത്തി സെർവ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്